റാണ ദഗ്ബട്ടിയോട് ഇവൻ ഓർമ്മയുണ്ടോ ചോദിച്ചത് ഞാനിങ്ങനെ അയ്യോ ഓർമ്മയുണ്ടോന്നോ? റാണ ദഗ്ബട്ടി ഇവനും പരിചയമുണ്ട് ആക്ച്വലി ദുബായിലൊരു ഫംഗ്ഷന്. പിന്നെ കുറേ കാലം കഴിഞ്ഞിട്ട് സിംഗപ്പൂരിൽ ഇവർ കണ്ടു കഴിഞ്ഞപ്പോൾ ഒരു പാർട്ടിയില്ല അപ്പൊ അല്ലു അർജുൻസ് ബണ്ണീസ് ബണ്ണീസ് പാർട്ടി. നമുക്കറിയില്ലല്ലോ ബണ്ണി ആരാന്ന്. വന്നിട്ട് ഐ എം ഗോയിങ് ഫോർ ബണ്ണീസ് പാർട്ടി. അപ്പോൾ കുറച്ചുണ്ടായിരുന്നെ ഇദ്ദേഹം ഇതാന്ന് അയ്യോ ഇവർ അതിന് വിളിച്ചോ. അപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് മക്ബൂല് വന്നിട്ട് പറഞ്ഞു ഞങ്ങൾ വി ആർ ഗോയിങ് ഫോർ ബണ്ണീസ് പാർട്ടി. അപ്പം നിധി പറഞ്ഞു എന്നെ വിളിച്ചിട്ടുണ്ട്. നിന്നെ വിളിച്ചല്ലോ, നിന്നോട് അവർ പറഞ്ഞത് വി ആർ ഗോയിങ് ഫോർ ബണ്ണീസ് പാർട്ടി അല്ലേ. അല്ലല്ലല്ല ആർ യു കമ്മിങ് ഫോർ ബണ്ണീസ് പാർട്ടി. എന്തായാലും പോയല്ലോ, പോയി തകർത്ത് ഡാൻസ് കളിച്ച് അവസാനം രവി തേജയും നീയും കൂടെ ഡാൻസ് ചെയ്തു. വേറെ ലീഗ്. എന്നിട്ട് പിറ്റേ ദിവസം തോന്നുന്നു റാണ ദഗ്ബട്ടിയോട് എന്തോ ഇങ്ങനെ സംസാരിച്ച് ഇവൻ ഞാൻ നോക്കുമ്പോൾ ഞാൻ ഇങ്ങനെ നിൽക്കുമ്പോൾ ഇവൻ ഡു യു റിമെമ്പർ മീ. അപ്പോൾ പുള്ളി ഇങ്ങനെ പെട്ടെന്ന് ചോദ്യം വന്നപ്പോൾ പുള്ളി ഇങ്ങനെ ഒന്ന് ഇങ്ങനെ അയച്ചപ്പോൾ യു ഡോണ്ട് സീം ടു. ഞാൻ അയ്യോ പുള്ളിക്കൊരു അവാർഡിൻ്റെ അത്ര ഉള്ളു. അന്ന് അദ്ദേഹം മറ്റേത് കഴിഞ്ഞിട്ടല്ലേ. ഞാനത് ആ പാർട്ടിയിൽ വെച്ചിട്ടാ ചോദിച്ചത്. ആണോ? അന്ന് കുറച്ച് പറ്റായിരുന്നു, അതുകൊണ്ട്. അല്ലെങ്കിൽ ഞാൻ ബോധത്തോടുകൂടി പുള്ളിയോട് അങ്ങനെ ചോദിക്കില്ല. പക്ഷെ അന്ന് അദ്ദേഹം നല്ല പുട്ടോണോ. അതെനിക്ക് വിഷയം. ഇപ്പൊ മെലിഞ്ഞു. വിഷയം ഞങ്ങൾക്കുണ്ട്, നിന്നെ കൊണ്ടുപോട്ടെ. ഞങ്ങള് കൊണ്ട് കണ്ടിട്ടുണ്ട്. അപ്പൊ പുള്ളി ദുബായിൽ ഇവര് പരിചയപ്പെട്ട് സംസാരിക്കുന്ന ആ ഷോയിലും ഞാനുണ്ട്. അപ്പൊ എനിക്കറിയാം ഇവര്. ഇൻഫാക്ട് അദ്ദേഹം ഇവന്റെ ഒരു എക്സ്റ്റംബർ ഡാൻസ് ഉണ്ടായിരുന്നു ദുബായിൽ. എ.ആർ. റഹ്മാൻ സോങ് കിട്ടിലായിട്ട് പെർഫോം ചെയ്തിട്ട് അന്ന് അതിനെക്കുറിച്ചൊക്കെ അവർ സംസാരിച്ചു. അദ്ദേഹം ഇത് കുറച്ച് നാൾ കഴിഞ്ഞപ്പം പിന്നെ പാർട്ടിയുടെ ഒരു മൂഡിലായപ്പോൾ പുള്ളിക്ക് പെട്ടെന്ന് ഇരുട്ടത്ത് കിട്ടിയില്ല. You don't seem to. പക്ഷെ അതേപോലെ ഇഷ്ടമായില്ല.